നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ പലരും പല തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്ന ഒരു കാലമാണ്. പക്ഷേ നമ്മളൊരു കാർ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നോക്കുക? നമുക്ക് പറ്റുന്ന കാറാണോ എന്നാണ് പ്രധാനമായിട്ട് നോക്കുക. കാറിൻ്റെ ഫീച്ചേഴ്സ് നോക്കും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആളുകളെല്ലാം നോക്കുന്നത് എന്താണ്? എത്ര EMI വരും, എത്ര മൈലേജ് കിട്ടും, എത്ര രൂപയ്ക്ക് വാഹനം വാങ്ങിക്കാൻ പറ്റും. കാരണം കാശിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും എത്ര പണമുള്ളവരായാലും ഒന്ന് ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുക. പക്ഷേ നമ്മൾ വാഹനം വാങ്ങിക്കാനൊക്കെ പൈസ മാറ്റി വെച്ച് അവസാനം മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ആ പൈസ ചിലവാക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ഇങ്ങനെ ഒരു കാർ വാങ്ങിക്കാൻ വേണ്ടി പൈസ മാറ്റി വെച്ച് അവസാനം അമ്മയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ ആ പൈസ എല്ലാം ആശുപത്രി കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് കാറൊക്കെ വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിത ലക്ഷ്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് പണം മാറ്റി വയ്ക്കുന്നതോടൊപ്പം തന്നെ ചെറുതാണെങ്കിൽ പോലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടി എടുത്തു വെക്കണം. നിങ്ങൾ വലിയ പണക്കാരനല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടി പണം കൂട്ടി വെച്ചാലും അവസാനം അത് ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരും. ഒരുപാട് പേർക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മികച്ചൊരു കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അതിന് വലിയ തുകയൊന്നും ചിലവാക്കേണ്ടതില്ല. ഒരു 400 അല്ലെങ്കിൽ 500 രൂപയ്ക്കൊക്കെ കിട്ടുന്നതേ ഉള്ളൂ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടിയത് വേണമെങ്കിൽ നമുക്കറിയാമല്ലോ, കാർ പോലെ തന്നെ ഫീച്ചേഴ്സ് കൂടുമ്പോൾ കുറച്ച് പൈസ കൂടിയാക്കാം. പക്ഷേ നിങ്ങൾക്ക് എത്ര പ്രീമിയം ആകും, ഏതൊക്കെ ഫീച്ചേഴ്സിന് അത് ആഡ് ചെയ്യുമ്പോൾ എത്രയൊക്കെ പ്രീമിയത്തിൽ വ്യത്യാസം വരും, ഏതൊക്കെ കമ്പനിയുടെ ഏതൊക്കെ നല്ല പ്ലാൻ ഉണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ എല്ലാ കമ്പനികളെയും ഒറ്റ സ്ക്രീനിൽ കമ്പയർ ചെയ്തെടുക്കാൻ വേണ്ട ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ എടുക്കാം. ഇപ്പോൾ സാധാരണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെയുള്ള കൺസൾട്ടേഷൻസ്, ടെസ്റ്റുകൾ, മരുന്നുകൾ ഇവയൊക്കെ കവറാകുന്ന OPD കവറേജ് ചെയ്തിട്ടുള്ള ഹെൽത്ത് പോളിസികളും എടുക്കാൻ സാധിക്കും. ക്ലെയിമിൻ്റെ ആവശ്യം വന്നാൽ അത് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും കിട്ടും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ എന്ന് ചിന്തിക്കരുത്. ആ ചിന്ത തന്നെ വലിയ അപകടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലി കവർ ആണെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്തു വെക്കുന്നതാണ് നല്ലത്. വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മൂലയിൽ മാറ്റിയിടാം, ബസ്സിൽ പോകാം. പക്ഷേ മനുഷ്യന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ പൈസ അടയ്ക്കാതെ വേറെ ഒരു വഴിയും ഉണ്ടാവില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും ഇപ്പോൾ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ഒരു കിയ സോണറ്റ് ഓണറിനെയാണ്. നമസ്കാരം. പേര്? മേരിഷിൽ. വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഇൻസ്റ്റാഗ്രാം ആണ് അല്ലേ? യൂട്യൂബ് ഉണ്ട്. യൂട്യൂബില് ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കണ പോലെ ക്ലാസ്സസ് അങ്ങനെ തുടങ്ങിയത്. ലൈക്ക് നമ്മള് കൊമേഴ്സ് എങ്ങനെ എല്ലാവർക്കും മറ്റുള്ളവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ക്ലാസ്സസ് ഞാൻ യൂട്യൂബില് ഫ്രീ ആയിട്ട് ഇട്ടു തുടങ്ങി. അത് ഇപ്പൊ അതിന്റെ കോഴ്സ് അല്ല, ഒരു ബൂട്ട് ക്യാമ്പ് പോലെ നമ്മൾ ഇപ്പൊ ഒരു 30 days നമുക്കിപ്പോ ഒരു 17 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെ നമ്മള് ക്ലാസ് എടുത്തോണ്ടിരിക്കണം. എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് മുന്നോട്ട് പോണെങ്കിൽ, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഓൾറെഡി കൊമേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. ലൈക്ക് ഇപ്പൊ ഒരു 8 months ആയി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പൊ അതൊരു പോയിന്റിലെത്തി നമ്മള് സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ക്ലാസ് തുടങ്ങിയത്. കാരണം അതിന്റെ ഡ്രോബാക്സ് എല്ലാം അറിഞ്ഞിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചാണോ നമ്മുടെ കൊമേഴ്സ്? ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചെന്ന് വെച്ചാൽ ആദ്യം തുടങ്ങിയത് അങ്ങനെയല്ല. ഞാൻ UK-ലായിരുന്നു. അപ്പൊ UK-ല് ഞാനായിരുന്നു കലാമസ്ട്രസ് സൃഷ്ടിച്ചത് എന്നാണ് എല്ലാരും പറയുന്നത്. ഞാനായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇതില് ഞാനും എന്റെ ബ്രദറും പിന്നെ നമുക്കൊരു ബിസിനസ് പാർട്ട്ണർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച് തുടങ്ങിയതാണ് കൊമേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ പതുക്കെ നമ്മളത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് തുടങ്ങി, വീഡിയോസ് ഇട്ട് തുടങ്ങി, അതിന്റെ റവന്യൂവും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബില് അത് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട്. നമ്മള് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് ഇപ്പൊ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഹെൽത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, ബട്ട് അത് നമ്മൾ അത്രയും അങ്ങോട്ടും ഇത് ചെയ്യണില്ല. കാരണം അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ നോക്കണില്ല. കൂടുതലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ രജിസ്ട്രേഷൻ വേണം എന്ന് വെച്ചാൽ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ട്. ആ പീരീഡിൽ നമ്മൾ വേണ്ട. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യണേ വെദർ ഇത് വർക്ക്ഔട്ട് ആവോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ ടെസ്റ്റ് ചെയ്യണേ. ബട്ട് അതൊക്കെ നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ ബാംഗ്ലൂരിലാണ് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വർക്കിംഗ് ആണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ പിന്നെ GST കമ്പനി രജിസ്റ്റർ ചെയ്തു. വെർച്വൽ കമ്പനിയാണ്, നമുക്ക് കമ്പനി പോയി ഇരിക്കേണ്ട ആവശ്യം അങ്ങനൊന്നുമില്ല. അതൊക്കെ വേണം, അതൊക്കെ ചെയ്തു. അപ്പൊ കൊമേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അധികം യാത്രയില്ലല്ലോ? യാത്രയുണ്ട്. ഞങ്ങളിപ്പോ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്. ഞങ്ങളിപ്പോ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ ഞങ്ങള് 2-3 ദിവസം മുമ്പ് തിരുപ്പൂര് വന്നോളൂ വണ്ടിക്ക്. അപ്പൊ അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾക്ക് 2-3 ലൈക്ക് സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ, ഇൻവെന്ററി കീപ്പ് ചെയ്യാൻ 2-3 സ്ഥലമുണ്ട്.
ഇത് വലിയ ബിസിനസ്സുകാരി കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ചെറിയ മീനല്ല എന്ന് അല്ല, ആദ്യം തുടങ്ങിയപ്പോ വലുതായിരുന്നില്ല. ബട്ട് ഇപ്പൊ ഇങ്ങനെ ലൈക്ക് റവന്യൂ ഒക്കെ കയറി വരുന്നുണ്ട്. ലൈക്ക് മന്ത്ലി നമുക്കൊരു 50 lakh റവന്യൂലോട്ട് നമ്മളിപ്പോ കൺഗ്രാറ്റ്സ്. അതുള്ളൂ. അപ്പൊ എത്ര കാലം ഇപ്പൊ ഇതെടുത്തിട്ട് ലൈക്ക് 1.5 years ആയി. നമ്മള് UK വന്നു കഴിഞ്ഞിട്ട് എടുത്തതാണ്. ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തപ്പോ. അപ്പം തുടക്കം തൊട്ടേ ബിസിനസിന്റെ കാര്യത്തിൽ കൂടെ ഉള്ളത് ഈ കക്ഷിയാണ് അല്ലേ? അപ്പൊ എന്തുകൊണ്ടായി കിയ സോണറ്റ് എടുക്കാൻ തീരുമാനിച്ചത്? അത് നമ്മളെ കുറെ വണ്ടി നോക്കിയായിരുന്നു. അപ്പൊ ലൈക്ക് പിന്നെ സജഷൻസ് ചോദിച്ചു. നമുക്ക് ഇങ്ങനെ അതിനെപ്പറ്റി ഭയങ്കര ഒരു ഇതില്ലാത്തതുകൊണ്ട് സജഷൻസ് ചോദിച്ചപ്പോ കൂടെ ഒരു പുള്ളിയുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഉള്ളൊരു വണ്ടി. അപ്പൊ അതെടുക്കാം. പിന്നെ ഓട്ടോമാറ്റിക് ആണ്, ആർക്കും ഓടിക്കാം, പെട്ടെന്ന് പഠിച്ചെടുക്കാം എന്നുള്ളൊരു ഇത് വന്നപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തതാണ്. എല്ലാരും കൂടി തന്നെ ഡിസൈഡ് ചെയ്തതാണ്. അപ്പൊ ഇതിനു മുമ്പ് വേറെ വണ്ടികൾ ഓടിച്ചു നോക്കിയോ? വേറെ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാല് ഞാൻ ഒമിനി ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര പാടാണ്. ഓമിനി അല്ലാതെ ഇത് വാങ്ങിക്കുന്ന സമയത്ത് വേറെ ഓടിച്ചു നോക്കില്ല. അങ്ങനെ വേറെ വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ട് ഓടിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് വണ്ടി ഓടിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഓടിച്ചിട്ടില്ല. കാരണം ഞാൻ കുറെ നാള് UK ലൈക്ക് 3 വർഷത്തോളം UK അപ്പൊ ഞാൻ പിന്നെ അവിടെ വണ്ടി ഓടിക്കലില്ല പൊതുവെ. അതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോ ഒരു പ്രാവശ്യമാണ് ഞാൻ ആ ഇലക്ട്രിക് വണ്ടി ഓടിച്ചത്. അത് കുഴപ്പമുണ്ടായില്ല, നല്ല വണ്ടിയായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങൾ ഇലക്ട്രിക് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിനും കുറച്ചും കൂടി നല്ലത് ഇതാന്ന് തോന്നിയപ്പോ അങ്ങനെ. എന്താണ് 1.5 വർഷത്തിന് ശേഷം ഒരാൾ ചോദിക്കുകയാണ് കിയ സോണറ്റ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് ഒരു അഭിപ്രായം? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഭയങ്കര കംഫർട്ടാണ്. റൈഡിങ് കംഫർട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലോങ് ഡ്രൈവിനൊക്കെ അടിപൊളിയാണ്. ഇപ്പൊ നമ്മള് തിരുപ്പൂര് പോയി വന്ന് അപ്പൊ അതൊക്കെ അടിപൊളിയാണ്. പിന്നെ റിലാക്സ് ആയിട്ട് ഓടിച്ചിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബ്രേക്ക് സ്റ്റെബിലിറ്റി ഉണ്ട്. എവിടെ കൊണ്ടുപോയി ബ്രേക്ക് ഇട്ടാലും സാധനം സെറ്റായിട്ട് നിന്നോളും. പിന്നെ തിരിച്ചെടുക്കാനൊക്കെ കുറച്ച് ഈസിയാണ്. പിന്നെന്ന് വെച്ചാല് വേറെ കാര്യം എന്ന് വെച്ചാല് ഇതിന് പൊക്കമുണ്ടല്ലോ. അത് നമുക്ക് ആ മെയിൻ ക്യാരക്ടർ എനർജി ഒക്കെ കിട്ടും. കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കുന്ന സമയത്ത്. നെഗറ്റീവ് എന്ന് പറയുമ്പോ അങ്ങനെ നെഗറ്റീവ് അങ്ങനെ ഒന്നാമത് വേറെ നമ്മൾ കുറെ വണ്ടികള് ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നെഗറ്റീവ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്മൂത്ത് ആണ്. അതുകൊണ്ട് എനിക്കത് ലൈക്ക് ആസ് എ ഗേൾ എനിക്ക് ചെറിയ വണ്ടിന്ന് എനിക്ക് ഇങ്ങനെ വലിയ വണ്ടികൾ ഓടിക്കണം അതൊരാഗ്രഹം മാത്രമായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായില്ല. ബട്ട് ഇപ്പൊ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് വണ്ടിയായിട്ട്. അപ്പൊ ഇതിന്റെ ഈ ധാരാളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനിലൊക്കെ, അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? അതോ സാധാരണ ഫോൺ കണക്ട് ചെയ്യലുള്ളൂ? ചോദിച്ചാ ഭയങ്കരമായിട്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല. സാധാ പോലത്തെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ട്. ഈ സർവീസ് ചെയ്യുന്ന ആരാ? വീട്ടിലാരെങ്കിലും കൊണ്ടുപോകണോ അതോ പൈസ സ്വന്തമായി മുടക്കി സർവീസ് ചെയ്യണോ? ഞങ്ങൾ തന്നെ സർവീസ് ചെയ്യണം. സർവീസ് കോസ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത്? സർവീസ് കോസ്റ്റ് ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ സർവീസിനൊക്കെ എത്ര രൂപ വരെയൊക്കെ വരാറുണ്ട്? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമുക്ക് 12 ആയി. അത്രയായി? ശരി. എത്ര കിലോമീറ്റർ ഓടിക്കാണ് ഇപ്പൊ? 50 കിലോമീറ്റർ 50,000 കിലോമീറ്റേഴ്സ്. 50,000 1.5 വർഷത്തിലോ? അത്ര ഓട്ടം ഉണ്ട് ഞങ്ങൾക്ക്. അത് ശരി, ഗംഭീര ഓട്ടമാണല്ലോ. ഞങ്ങള് ബാംഗ്ലൂരൊക്കെ പോവാറുണ്ട്. അപ്പൊ അത്ര ഓട്ടം ഓടി എടുത്തത് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ഓട്ടമാണ് ഓടുന്നത്. എല്ലാരും അത് തന്നെ പറയുന്നത്. ഇത്രയും ഓട്ടം എങ്ങനെയാണ് ഇങ്ങനെ ഓടണേ. പക്ഷെ നമുക്ക് ഇങ്ങനെ എടുത്തേ പറ്റുള്ളൂ. മൈലേജ് നോക്കുന്നുണ്ടോ? മൈലേജ് എന്ന് പറയുമ്പോ നമ്മുടെ ഇങ്ങനെ എന്താ പറയാ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉള്ളപ്പോ നമുക്കൊരു 15 ഒക്കെ കിട്ടുന്നുണ്ട് ഓടിക്കണ അനുസരിച്ചിട്ടാ. പിന്നെ ഹൈവേ കൂടി പോകുമ്പോ ഒരു 18-20 ആ റേഞ്ചില് കിട്ടണുണ്ട്. അപ്പൊ ശരിക്കും ഒരു ഡീസൽ വണ്ടി വേണമായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ ഇത്രയൊക്കെ ഓട്ടം ഉള്ളപ്പോ? അന്ന് വെച്ചാല് ഇത്രയും കൂടി എന്താ പറയാ നമുക്ക് പോക്കറ്റ് കയറാണ്ട് സ്ഥലത്തൊക്കെ പോയി വരാൻ പറ്റുന്നുണ്ട്. വണ്ടി നമ്മള് നോക്കണുണ്ട് പതുക്കെ. അത് നമ്മളിപ്പോ പറയണ ഏതാണ് മനസ്സിൽ എന്തെങ്കിലും ഒരു വണ്ടി ഉണ്ടോ? അല്ലെ ഇപ്പൊ വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലും കണ്ട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഏതാ ഇപ്പൊ അടുത്ത കാലത്ത്? BMW ആണ്. അല്ല അതിലേക്ക് എത്തുമോ ഇപ്പൊ ഉടനെ ഇതിന്ന്? അതോ ആണല്ലേ? അത് ശരി. ഏതാ BMW-ന്റെ SUV ആണോ സെഡാൻ ടൈപ്പ് ആണോ ഇഷ്ടം? സെഡാൻ ടൈപ്പ് ലൈക്ക് M5 അതാണ് ലക്ഷ്യം. മനസ്സിൽ കണ്ടിട്ടുണ്ട്, പറയാൻ പറ്റില്ല. അതെ അല്ല മനസ്സിൽ കണ്ടാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, കുഴപ്പമില്ല. വാങ്ങിക്കാൻ പറ്റും, ഈ വർഷം തന്നെ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നു. വെരി ഗുഡ്. അപ്പൊ ഇലക്ട്രിക് കാറിലേക്ക് എന്തായാലും ഇനിയില്ല. കാരണം ഇത്രയും ഇപ്പം ബാംഗ്ലൂർ പോകണമെങ്കിലും തിരുപ്പൂർ പോകണമെങ്കിലും ഒക്കെ റേഞ്ച് ഉള്ള ധാരാളം ഇലക്ട്രിക് കാറ് വാങ്ങിക്കാന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ പാരന്റ്സിന് വേണ്ടിട്ടോ, വീട്ടില് ഡാഡിയും മമ്മിയും പുറത്തൊക്കെ പോകുമ്പോ അവർക്ക് ഞങ്ങൾക്ക് തോന്നിയേക്കുന്നത് കുറച്ചും കൂടി കംഫർട്ടബിള് ഇലക്ട്രിക് കാർ. അവര് ദൂരത്തോട്ട് പോണില്ല, അവരവിടെ തന്നെയൊക്കെയാണ് പോണത് കൂടുതൽ.
അപ്പൊ അവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാർ എടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുന്നുണ്ട്. ഏത് എടുക്കണം എന്ന് ആലോചിച്ചിട്ടില്ല, ബട്ട് അങ്ങനെ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് അതിനെ പറ്റി. ഇലക്ട്രിക് കാർ ഒരെണ്ണം നല്ലതാണ് വീട്ടിലുള്ളത് എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓട്ടോമാറ്റിക് ആണ് ഇനി വാങ്ങിക്കുന്ന വണ്ടികളെല്ലാം തന്നെ അല്ലേ? എനിക്ക് ഓട്ടോമാറ്റിക് ആണ് കുറച്ച് കംഫർട്ടബിൾ, അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക് ആയി. അല്ല, ഗിയർ ഇട്ട് ഓടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പതുക്കെ ഇനിയിപ്പോ പറ്റണമെങ്കിൽ അത് ചെയ്യൂട്ടോ, എന്ന് പറയണമെന്നില്ല. ബട്ട് ഇപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലി കംഫർട്ടബിൾ ആയി. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഇ കൊമേഴ്സിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇത്ര വരുമാനമൊക്കെ കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു ആഗ്രഹം കാണും ഇ കൊമേഴ്സിലേക്ക് വരാൻ. അപ്പൊ അങ്ങനെയാണ് ഏത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവരെ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞില്ലേ, ഏതാ അത്? പഠിപ്പിക്കണ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഞങ്ങള് സ്വന്തമായിട്ട് ഒരു ബൂട്ട് ക്യാമ്പ് തുടങ്ങിയേക്കണം. ഇതൊരു കോഴ്സ് പോലെയല്ല, നമ്മൾ 30 ദിവസം എന്താണ് നമ്മൾക്ക് ഈ ഒരു 8 മാസത്തെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഡ്രോബാക്സും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ട്സ് കണ്ടുപിടിച്ചത്, നമ്മൾ എങ്ങനെയാണ് അത് സ്കെയിൽ ചെയ്യുന്നത്, എല്ലാം കറക്റ്റ് ആയിട്ട് പറയും. നമ്മൾ കറക്റ്റ് ഒരു വ്യൂ കൊടുക്കും, എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്ക് ഇതിനും ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇതിനൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു, അത് വേറെ കൊണ്ടിടുന്നു, വിൽക്കുന്നു. ബട്ട് അത് അങ്ങനെ വർക്ക് ചെയ്യണ കാര്യമല്ല. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കടയുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല, ബട്ട് അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കുറച്ച് ബിസിനസ് ആകുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ആവശ്യമുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് വേണ്ടാത്ത യൂട്യൂബ് ബിസിനസ് അത് ശരിയാണ്, കറക്റ്റ്. അപ്പൊ അതാണ് നമ്മളിപ്പം ആ 17 വന്നേക്കണ 17 സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കണ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇതിന് ഇരിക്കണം. നമ്മളൊക്കെ ഇപ്പൊ ആദ്യം തന്നെ സക്സസ്ഫുൾ ആയതല്ല, ഒരു 3-4 മാസം പ്രൊഡക്റ്റ് റിസർച്ച് മാത്രമാണ് ചെയ്തത്. പ്രൊഡക്റ്റ് കിട്ടണ വരെ ഞങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ അത് തന്നെയാണ് നമ്മളെ സ്റ്റുഡൻസിനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം, എന്തൊക്കെ മെത്തേഡ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും അവിടെ പറഞ്ഞു കൊടുക്കാണ്ടിരിക്കണം, ഒന്നും പറഞ്ഞു കൊടുക്കാണ്ടിരിക്കണം. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ 30 ദിവസം നമ്മൾ അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഒരു 3 സെഷൻ കഴിഞ്ഞ് ഇനി 5 സെഷനും കൂടി അവർക്ക് ഉണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞാല് ലൈക്ക് നമ്മൾ ഫുൾ മൈൻഡ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങള് നമ്മളോട് ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കുന്നത് നമ്മൾ അങ്ങോട്ടും അതുപോലെ തന്നെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം ഏതാ? യൂട്യൂബ് ആണോ? അല്ല, യൂട്യൂബ് അല്ല, നമ്മൾ ലൈവ് സെഷൻസ് എടുക്കണേ. ലൈവ് സെഷൻസ് ആണ്. ലൈവ് സെഷൻസ് എടുത്തിട്ട് അതിൽ കയറാൻ പറ്റാത്തവർക്ക് നമ്മൾ റെക്കോർഡിങ്സ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വണ്ടിയെ പറ്റി പറഞ്ഞ കൂടാതെ തന്നെ ഇ കൊമേഴ്സ് നമുക്ക് വലിയ പരിചയമില്ലാത്ത മേഖലയാണ്. അതുകൊണ്ട് ഞാൻ അത് ചോദിച്ച് മനസ്സിലാക്കി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുക. കണ്ടോ, ഒരു 1.5 വർഷം കൊണ്ട് സോണറ്റിൽ നിന്നും BMW പോകാൻ പോകണം. അപ്പോൾ മനസ്സിലായില്ലേ ഈ കൊമേഴ്സിൻ്റെ ഒരു ഗുണം അല്ലേ? അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിനി BMW ആയിട്ട് വീണ്ടും കാണും. താങ്ക് യു. ഞാനൊക്കെ പണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന BSA SLR ഒക്കെ ആയിരുന്നു. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞ് ഞാൻ മാഗസിൻ നടത്തുന്ന സമയത്ത് ഫയർഫോക്സ് എന്ന് പറയുന്ന ഒരു സൈക്കിൾ ബ്രാൻഡ് വരികയും അവരിവിടെ ഒരു ചെറിയ ഷോറൂം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ വലിയ വിലയായിരുന്നു ഫയർഫോക്സിന്. അപ്പോൾ ഞാൻ അന്ന് അത് സ്റ്റോർ നടത്തിയിരുന്ന ആളോട് ചോദിക്കുന്നത് ഇതൊക്കെ ഈ വിലയ്ക്കൊക്കെ സൈക്കിൾ വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, അതൊരു ട്രെൻഡായിട്ട് വരുമെന്ന് പറഞ്ഞു. ആ കാലത്ത് ഫയർഫോക്സ് ഇവിടുന്ന് സൈക്കിൾ റൈഡേഴ്സിനെ വെച്ചിട്ട് ചെറിയ റൈഡുകളൊക്കെ നടത്താറൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കാലം അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും സൈക്കിളുകളുടെ വില എന്ന് പറയുന്നത് ബൈക്കുകളുടെ വിലയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈക്കിൾ ഓടിച്ചു വന്ന ഒരാളോട് ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സൈക്കിളുകൾ, പുതിയ സൈക്കിളുകളുടെ ട്രെൻഡുകൾ, അതിൻ്റെ വില, അതിനെപ്പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൈക്കിളുമായിട്ട് വന്ന ആളാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. ഹായ്, പേര് നന്ദകുമാർ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫ്രീലാൻസിങ് ആണ്. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് IT ആണോ? IT. ഇവിടെ തന്നെയാണോ നാട്? കൊച്ചി പനമ്പള്ളി നഗറിലെ. തന്നെ. അപ്പോൾ സ്ഥിരമായിട്ട് സൈക്കിൾ ഓടിച്ചാണോ സഞ്ചാരം ഇവിടെയൊക്കെ? അതെ, എനിക്ക് സൈക്കിൾ ഓട്ടാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. പിന്നെ കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസും ആയത് കാരണം കൊണ്ട്. കാറുണ്ടോ? വേറെ കാറുണ്ട്. ഉണ്ട്. അപ്പൊ ഇത് എവിടം വരെയൊക്കെ ഓടിക്കാറുണ്ടോ ഈ കൊച്ചി ഏരിയയിൽ? ഞാൻ ഇതിപ്പോ മാക്സിമം ഒരു 60 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ. 60 അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ടുണ്ട്. 30 ഒരു സൈഡ് 30 തിരിച്ച് 30 ചെയ്തിട്ടുണ്ട്. അധികം ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത് ഫോർട്ട് കൊച്ചി, തോപ്പുംപടി, ഞാൻ ചേരനല്ലൂർ, പിന്നെ പനങ്ങാട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ. പക്ഷേ ഈ ഇവിടെ സേഫ് ആണോ സൈക്കിൾ ഓടി പോകുന്നത്? കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ലോകത്ത് എവിടെ ചെന്നാലും സൈക്കിള് ചവിട്ടുന്നവർക്കാണ്, പിന്നെ കാൽനടക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ പരിഗണന. ഇവിടെ ഒരു തരത്തിലുള്ള പരിഗണന നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സേഫ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവം ഇല്ല.
ശരിക്കും സേഫ് ഉള്ളത് ഈ പനമ്പള്ളി നഗർ ഏരിയയിലാണ് അധികം. ശരി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈറ്റ്സും കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് ലൈറ്റ്സും പിന്നെ ഈ ഹെൽമെറ്റ്സ് ഒക്കെ വെച്ചിട്ട് കളർഫുൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് നമുക്ക് സേഫ് ആയിട്ട്. അതെ അതെ അതെ. ഈ ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു ലൈറ്റ്, അതൊരു ലൈറ്റ് ഫ്രണ്ട്, പിന്നെ റിയറില് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഇതിങ്ങനെ ബ്ലിങ്ക് അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അധികം റൈഡ് ചെയ്യുള്ളൂ. ഈ ബസ്സുകാരെങ്ങനെയാ നിങ്ങളുടെ ഉള്ള പരിഗണന? ബസ്സുകാരാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക പേടിപ്പിച്ച് വണ്ടി ഓടിക്കുന്ന കക്ഷികൾ. അവര് പേടിപ്പിക്കാറുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഞാൻ അധികം സേഫ് സോൺ നോക്കിയിട്ടാ പോകാറുള്ളത്. തോപ്പുംപടി സൈഡിലൊക്കെ കുറേ കൂടെ സേഫറാണ്, ബസ് അധികം ഇല്ലാത്ത. ഞാൻ മാക്സിമം സേഫ് റോഡാ പിടിക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് റൈഡേഴ്സ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു നല്ലൊരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ എല്ലാ ആഴ്ചയിലും നിങ്ങൾ റൈഡൊക്കെ പോകും? ഉണ്ട്. അപ്പൊ ഇത് B2N എന്ന് പറയുന്ന കമ്പനിയുടെ ആണോ? അല്ലല്ല, ഇത് B2N ഇപ്പൊ ഇതിന്റെ സീറ്റിന്റെ ഒരു ആക്സസറി ആണ്. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ബെർഗമൗണ്ട് എന്ന് പറഞ്ഞ ഒരു മോഡലിന്റെ ബെർഗമൗണ്ട് സ്വീപ്പ് 6 എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ ഒരു മിക്സ് ഓഫ് റോഡ് സൈക്കിൾ ആൻഡ് ഗ്രേവൽ സൈക്കിൾ എന്ന് പറയും. അപ്പൊ 3 ടൈപ്പ് സൈക്കിളുള്ളത്. ഒരെണ്ണം MTB, ഒരെണ്ണം റോഡ് സൈക്കിള്, പിന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടും മിക്സാ. എന്ന് വെച്ചാൽ റോഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അധികം സ്പീഡുമ്പോൾ ഫോക്കസ് ചെയ്യും. MTB എന്ന് പറയുമ്പോൾ അധികം റഗഡ് സർഫസിലാണ്. അപ്പൊ ടയറിന്റെ സൈസ് കുറച്ച് വലുതായിരിക്കും. ഇതെന്ന് വെച്ചാൽ മിക്സ് ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ അത്രയധികം തിന്നല്ല, റോഡ് സൈക്കിളിന് അധികം തിന്നായിരിക്കും അതിന്റെ വീൽസ്, ടയേഴ്സ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ട് റെഗുലർ കമ്മ്യൂട്ടിന് ഉപയോഗിക്കാനാണോ? അല്ലല്ല, ഇതൊരു ജർമ്മൻ ബ്രാൻഡാണ്. ജർമ്മൻ ബെർഗമൗണ്ട് എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ട്രേറ്റ് ഫ്രം സെന്റ് പോളി. ഇതൊരു സ്ഥലമാണ് ജർമ്മനിയിലെ. അപ്പൊ ഇതിവിടെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്? ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇവിടുത്തെ ഷോപ്പുകളിൽ? അതെ അതെ. എന്ത് വിലയുണ്ട്? 10,000 15,000 നമുക്കിപ്പോ ഡെക്കാത്ലോണിന്റെ ബേസിക് സൈക്കിൾ MTB ആയിട്ട് ഇതിന് ക്ലോസ് ടു 1 lakh വന്നിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് ഇതിന്? അതെ, 1 ലക്ഷം രൂപ വിതൗട്ട് ആക്സസറീസ് ആണ് കേട്ടോ. ഇനി ആക്സസറീസ് ആഡ് ചെയ്യുമ്പോൾ കൂടും. വെറും സൈക്കിൾ മാത്രമേ കിട്ടുള്ളൂ. ഇനി സ്റ്റാൻഡ്, അതുപോലെ ബെല്ല്, ലൈറ്റ് എല്ലാം എക്സ്ട്രാ. അതിനൊക്കെ ഈ ബെല്ലിന് എന്ത് വില കാണും? ഇതിന് 1 ലക്ഷം ആണെങ്കിൽ ബെല്ലിന് നമുക്ക് പല റേഞ്ച് ഉണ്ട്. ഇപ്പൊ 300 രൂപ അങ്ങനെ പല റേഞ്ചുകളുണ്ട്. എന്തുകൊണ്ട് ഇതിന് 1 ലക്ഷം രൂപ വില വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഇതിന്റെ മെയിൻ തിങ് എന്ന് വെച്ചാൽ ഈ ഫ്രെയിമും ഇതിന്റെ R&Dക്കാണ് കോസ്റ്റ് വരുന്നത്. ഈ ഫ്രെയിം എന്ന് വെച്ചാൽ ഒരു 9 കിലോസേ ഉള്ളൂ. 9 കിലോസേ ഉള്ളൂ ഈ ഫ്രെയിമിന്റെ. അതാണ് മെയിൻ സംഭവം. പിന്നെ ഇതിന്റെ ഡിസൈനിന്റെ R&Dക്ക് കുറെ അവര് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഗിയർ സിസ്റ്റം, ഇതിപ്പോ ടിയാഗ്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഷിമാനോയുടെ ഏറ്റവും ബെസ്റ്റ് കാറ്റഗറിയിലുള്ള ഗിയർ സിസ്റ്റമാണ്. പിന്നെ അതിന്റെ കോമ്പോണൻസ് ലൈറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഉണ്ടാക്കണം. മെറ്റൽസ് ആണെങ്കിൽ ലൈറ്റർ മെറ്റൽസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഓയിൽ മറ്റേ കേബിൾ വഴി വരികയാണല്ലോ. ഇത് ഓയിൽസ് നമ്മുടെ ബൈക്കിലൊക്കെ ഉള്ള പോലത്തെ തന്നെ സിസ്റ്റമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ കംഫർട്ടാണ്. ഒരു സിംഗിൾ ഫിംഗർ വെച്ച് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഈ ഗിയർ എന്ന് പറയുന്നത് എത്ര ഗിയർ ഉണ്ട്? ബൈക്കിന്റെ പോലുള്ള ഗിയർ സിസ്റ്റം ആണോ ഇതിന്റെ? ഇതിന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ മോഡലിന് ഇപ്പൊ ഹൈബ്രിഡ് ആയത് കാരണം കൊണ്ട് നമുക്ക് റേസിംഗിന് ഉപയോഗിക്കാം, ബേസിക് കമ്മ്യൂട്ടിങ്ങിന് ഉപയോഗിക്കാം. അതിനു വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ലോവർ ഗിയറിൽ കുറച്ചും കൂടി സ്മൂത്തർ ആണ് ക്ലൈംബ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ നമ്മൾ ബൈക്ക് പോലെ തന്നെ ഗിയർ കൂടുമ്പോൾ സ്പീഡ് കൂടും. എന്നുവെച്ചാൽ ഒരു 40 km/h വരെ പിടിക്കാൻ പറ്റും മാക്സ് ഗിയറിൽ. അതെ. അപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പം പൊതുവെ നിങ്ങളൊക്കെ ഇതുമായിട്ട് ഇടപെടുന്ന ആളാരുടെ ചോദിക്കുക, ഏറ്റവും വില കൂടിയ സൈക്കിളൊക്കെ എന്ത് വില ഉണ്ടായിരുന്നു? ഒരു 15 lakh 20 lakhന്റെ സൈക്കിളൊക്കെ ഉണ്ട്. ആണോ? ഇത് കണ്ടറിയാൻ പറ്റും ഇത് 15 ലക്ഷം ആണെന്ന്? നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് കണ്ട എന്തെങ്കിലും തോന്നുന്നു? ഇല്ല, അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതിന്റെ ഫ്രെയിമിന്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് പിടിക്കാൻ പറ്റുള്ളത്. ഇതിന്റെ ഫ്രെയിം ബേസിക്കലി കാർബൺ ഫൈബർ ഉണ്ട്, അടുത്ത ലെവല. അത് സിംഗിൾ ഫിംഗർ വെച്ചിട്ട് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സൈക്കിൾ ആകുമ്പോൾ എന്താണ് അതിന്റെ ഗുണം? നിങ്ങൾക്ക് കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റുന്നതാണോ? സ്പീഡാണ്. അത് റോഡ് സൈക്കിൾസ് എന്ന് പറയും. കുറച്ചും കൂടെ തിന്നർ വീൽസ് ആണ്, ടയേഴ്സ് ആണ്. പിന്നെ അതിനൊരു റൗണ്ടഡ് ഹാൻഡിൽസ് ഉണ്ടാവും. അത് കുറച്ചും കൂടെ അവര് സ്പീഡിന് ഉപയോഗിക്കുന്ന സംഭവം, റേസിംഗിന്. അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ഈ ടയേഴ്സും ഭയങ്കര സ്പെസിഫിക് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ടയേഴ്സ് ആണ് ഇതിനൊക്കെ ഉള്ളത്. അതെ, ഇത് ഇപ്പൊ ജർമ്മൻ ബ്രാൻഡാണ്. എന്ത് വില കാണും ടയർ മാറ്റണമെങ്കിൽ? ചിലപ്പോ ഒരു 5,000 rupees ഒരു ടയർ ഉണ്ടാവും.
ഇതിപ്പം തേഞ്ഞ തീരാറായതാണോ? അല്ലല്ലേ, ഇത് അല്ലല്ല, ഇത് ഇതിന്റെ ഡിസൈനാണ്. ഡിസൈനിങ്ങിന്. ഓ ഓ ഓ എന്തായാലും നമ്മൾ മനസ്സിലാക്കാത്തൊരു ലോകമുണ്ട് സൈക്കിളുകൾ. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പലരും സൈക്കിൾ ചവിട്ടുന്നവരാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. നമ്മളൊക്കെ ഞാൻ പറഞ്ഞ അതാണ്, നമ്മളൊക്കെ സൈക്കിൾ ചവിട്ടുന്ന കാലത്ത് ഹീറോ സൈക്കിളും ഒരു BSI അല്ലാതെ ഒന്നും ഇല്ലല്ലോ അല്ലേ. പിന്നീട് ഈ ഫയർഫോക്സ് ഒക്കെ വന്നപ്പോഴാണ് ചെറിയ മാറ്റത്തിലേക്ക് പിന്നെ പിന്നെ അങ്ങ് വന്നു പോയെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പൊ ഏറ്റവും മിനിമം, അതായത് നമ്മൾ സാധാരണ കാണുന്ന പണ്ടത്തെ ആ സൈക്കിൾ അല്ലാതെ ഈ ഒരു ടൈപ്പ് ഓഫ് സൈക്കിളിലേക്ക് വരുമ്പോൾ ഏറ്റവും വില കുറഞ്ഞൊക്കെ എന്ത് വിലയായിരിക്കും? 15 ആണോ? 10-15 ഒക്കെ ഉണ്ട് ബേസിക് സൈക്കിള്. അത് കിഡ്സിന്റെ സൈക്കിളാ. 10-15 കിട്ടും. പിന്നെ ഓരോ നമ്മളുടെ നീഡ് പോലെയാണ്. ഇപ്പൊ നമ്മൾ അധികം കമ്മ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് പറയാം ഫ്രെയിം ജോമെട്രി എന്നൊക്കെ പറയും. അപ്പൊ ഈ ഫ്രെയിം ജോമെട്രിയുമേ ഡിപ്പെൻഡ് ചെയ്യും ഇതിന്റെ കംഫർട്ട് ഒക്കെ. ഇപ്പൊ നമ്മളൊരു പ്രോപ്പർ ഫ്രെയിം ജോമെട്രി അല്ലെങ്കിൽ നമുക്ക് അതിന്റെ കുടുക്കൊക്കെ റോഡിന്റെ കുടുക്കൊക്കെ കറക്റ്റ് ആയിട്ട് ബാക്കിലോട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് നമ്മൾ ഓടിക്കുമ്പോൾ മനസ്സിലാവും. പല സൈക്കിളുകൾ ഓടിച്ചാൽ മനസ്സിലാവും. ഇന്ത്യൻ സൈക്കിൾസിലൊക്കെ പെട്ടെന്ന് അത് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങളെ കൂടെ ഇപ്പോൾ ഈ റൈഡിങ്ങിന് വരുന്നവരുടെ ആരെങ്കിലും 15 ലക്ഷം രൂപ സൈക്കിളൊക്കെ കയ്യിൽ ഉണ്ടാകാറുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള യൂട്യൂബിലേക്കാണ്. ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ അപ്പൊ ഇനിയിപ്പം വണ്ടി മറ്റേ ഉള്ള കാറുകളിലേക്ക് വന്ന ഏതൊക്കെയാ വണ്ടികള്? കാർ എനിക്കുള്ളത് ഒരു Hyundai Verna Fluidic ആണ്. അത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അതായത് അധികം കിലോമീറ്റേഴ്സ് ഓടിയിട്ടില്ല. അപ്പൊ എന്തായാലും സൈക്കിളുകളുടെ കാര്യം ഈ പറഞ്ഞാൽ നമുക്ക് തീരെ മനസ്സിലാകാത്ത ലോകത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇത്തരം സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ. ഈ പാർട്സ് ഒക്കെ എപ്പോഴും കിട്ടുമോ ഇതിന്റെയൊക്കെ? ഇതിന്റെ പാർട്സ് ഇപ്പൊ ഇതൊരു അങ്ങനെ മെയിൻ്റെനൻസ് വന്നിട്ടില്ല. ഇത് ആക്ച്വലി ബ്രാൻഡ് ന്യൂ 3 months ആയിട്ടുള്ളൂ. പിന്നെ ഈ ഷിമാനോ അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. മെയിൻറ്റെയിൻ ചെയ്താൽ മതി. സമയാസമയങ്ങളിൽ ചെയിനൊക്കെ മാറ്റണം. അതിന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി പോകുന്ന കാണാറുണ്ട്. അപ്പോൾ ഇനി വീണ്ടും കാണാം. അതെ, ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു നെക്സോൺ EVയുടെ ഓണറിനെയാണ്. നമസ്കാരം, പേര്? ആക്കിബ്. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. വാട്ടർ ടാങ്കിന്റെ PVC പൈപ്പിന്റെ ഇൻഡസ്ട്രിയാണ് പെരുമ്പാവൂർ. വാട്ടർ ടാങ്കിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ടോ? അപ്പം ബ്രാൻഡ് ഉണ്ടോ അതിന്? ഒമേഗ. ശരി. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ മനസ്സിലിങ്ങനെ വാട്ടർ ടാങ്ക് എന്ന് ആലോചിക്കുമ്പോൾ വരുന്ന 1-2 പേരുകളുണ്ടല്ലോ. ഇതിന്റെ ഇടയ്ക്കൊക്കെ എങ്ങനെയാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്? നമ്മളൊരു സ്വന്തം ബ്രാൻഡായിട്ട് എങ്ങനെയാണ് അതിന്റെ വിൽപ്പന? നമ്മളൊരു 10-35 വർഷത്തോളമായി. ഞാൻ ജോയിൻ ചെയ്തിട്ട് 10 വർഷമായിട്ടുള്ളൂ. ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട് നല്ലോണം. പിന്നെ പണ്ട് നമ്മൾ കണ്ട സിൻടെക്സ് ആവുന്നു ഇപ്പൊ വലിയ ഇല്ലല്ലോ ഇവിടങ്ങളിലുള്ളത് ഒക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പൊ ഈ വാറൊക്കെ കഴിഞ്ഞില്ലേ, അപ്പൊക്കെ ചെറിയ ചെറിയ കയറി ഇറങ്ങി പോണ ഒരു ബിസിനസ്സാണ്. ഈ സ്റ്റീൽ കൊണ്ടുള്ളതിന് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ അധികം കണ്ടിരിക്കുന്ന ഫൈബറിന്റെ അല്ലേ? നിങ്ങൾ സ്റ്റീലിന്റെ ഉണ്ടോ മാനുഫാക്ചറിങ്? ഇല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ വാട്ടർ ടാങ്കിനേക്കാളും ഒരു 4 times പ്രൈസ് കൂടുതലാണ്. ഇതിനിപ്പോ ഒരു 5000 രൂപയാണ്. മറ്റേതൊരു 20,000 30,000 അങ്ങനെ മേലേക്കാ വില. പക്ഷെ കമ്പാരിറ്റീവ്ലി അങ്ങനെ ഒരു സ്റ്റീലിന്ന് കോമ്പറ്റീഷൻ വന്നിട്ടില്ല. ഇപ്പൊ ഈ വാറൊക്കെ കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് നോർമലി ഒരു വാട്ടർ ടാങ്ക് കമ്പനിക്ക് ഒരു 25-20 സിലിണ്ടർ ഗ്യാസ് വേണം ഒരു ദിവസം. അപ്പൊ ഗ്യാസ് കിട്ടാതൊക്കെ ആയില്ലേ, അങ്ങനെയൊക്കെ ഇഷ്യൂ വരുമ്പോ ആണ് കുഴപ്പം. അപ്പൊ ഈ ബിസിനസ് ആയതുകൊണ്ട് ധാരാളം ഓട്ടം ഉണ്ടോ? അത്യാവശ്യം ഉണ്ട്. അപ്പം അതുകൊണ്ടാണോ ഒരു EVയിലേക്ക് പോകാൻ തീരുമാനിച്ചത്? EV ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ ഒരു ക്ലോസ് ഗ്രൂപ്പ് ഉണ്ട് ഫ്രണ്ട്സിന്റെ. അപ്പൊ ഞങ്ങൾ എല്ലാരും വണ്ടി ഭ്രാന്തന്മാരാ. അപ്പൊ ഞാൻ എല്ലാവരും വിരോധികളാ EV വിരോധികളാ. അപ്പൊ ഞാൻ ശരിക്കും ഒന്ന് സ്റ്റഡി ചെയ്തിട്ടൊക്കെ ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിലെടുത്ത വണ്ടിയാണ് ശരിക്കും പറഞ്ഞത്. വണ്ടി എടുത്തിട്ട് ഇപ്പൊ 8 മാസവും 18,000 കിലോമീറ്ററും ആയി. 8 മാസം കൊണ്ട് 18,000 ആയി. അപ്പൊ പരീക്ഷണത്തിന്റെ എന്താണ് ഫലം അവസാനം? 8 മാസം കഴിയുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 95% സാറ്റിസ്ഫൈഡ് ആണല്ലേ? 95% സാറ്റിസ്ഫാക്ഷൻ എന്താണ്? 5ലേക്ക് പിന്നീട് വരാം. ബാക്കി 95 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ടോർക്ക്, ഇൻസ്റ്റന്റ് പവർ. ഞാൻ വണ്ടി എടുക്കാൻ കാരണം അത് തന്നെയാണ്. ഞാൻ ഇത് നോക്കി, MG വിൻസർ, പിന്നെ BYD നോക്കി, വോൾവോ C40 നോക്കി. വോൾവോയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ നമ്മള് ഈ പറഞ്ഞ പരീക്ഷണം ആയതുകൊണ്ട് ഒരുപാട് എക്സ്പെൻസിലേക്ക് പോകണ്ടാതെ ഇരുന്നിട്ട് പ്രൈസ് ഒന്ന് കുറച്ച് നോക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അങ്ങനെ എടുത്തത്. നമ്മളൊരു 2-3 വർഷം കൂടുമ്പോൾ ഞാൻ വണ്ടി മാറാറുണ്ട്. അപ്പോ ഈ വണ്ടി കൊടുക്കുമ്പോൾ തന്നെ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒരു പ്രശ്നമാണ്. അതാണ് ഒരു 5% ഒരു ഇഷ്യൂ തന്നെ. അല്ലാതെ ബാക്കിയുള്ളതിൽ ഇൻസ്റ്റന്റ് പവർ, ഇൻസ്റ്റന്റ് ടോക്ക്, റേഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് അറൌണ്ട് ഒരു 380, 390, 400 ബിലോ ആയിട്ട് കിട്ടും. 360 ഒക്കെ എങ്ങനെ പോയാലും കിട്ടുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കാലം കൊടുത്ത് പോകുന്ന ആളാണ്. ഈ ചാർജ് ചെയ്യുന്ന വീട്ടിലാണോ അതോ പുറത്താണോ അധികം?
വണ്ടി എടുത്ത് ഇത്ര ആളായിട്ട് ആകപ്പാട് 4 പ്രാവശ്യം കണ്ട പുറത്ത് ചാർജ് ചെയ്തു. ബാക്കി വീട്ടിൽ തന്നെയാണ്. ടൗണിലാണ് കൂടുതൽ ഓട്ടം. സിറ്റി പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ ടു എറണാകുളം, പെരുമ്പാവൂർ ടൗണിന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓട്ടമാണ് കൂടുതൽ. അങ്കമാലി, പെരുമ്പാവൂർ അങ്ങനെ. വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കാറുണ്ട്? അതൊരു പ്രശ്നമാണ്. കാരണം ഇതിന്റെ സ്ലോ ചാർജർ, അത് ടോപ്പ് എൻഡ് അല്ല. അപ്പൊ ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന ചാർജർ സ്ലോ ചാർജറാണ്. ഓവർനൈറ്റ് തന്നെ ഇടണം. രാത്രി ഒരു 10 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ വെളുപ്പിന് 5 മണിയാകുമ്പോഴേക്കും ചാർജ് ചെയ്ത് കഴിയും. അത് മോശമല്ല, നമ്മളെല്ലാം രാത്രി കിടന്ന് ഉറങ്ങുമല്ലോ, അപ്പൊ ചാർജ് ഇടാന്നുള്ളത്. അഥവാ കറണ്ട് പോയാലേ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഈ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ട്? ക്ലിച്ച് വന്നിട്ടുണ്ട്. ഇല്ല, 2 ക്ലിച്ച് വന്നിട്ടുണ്ട്. ഒരു റേഞ്ചിന്റെ ഒരു ഇഷ്യൂ വന്നു, പിന്നെ ചാർജിങ്ങിന്റെ ഒരു ഇഷ്യൂ വന്നു. അതായത് നമ്മൾ ഓവർനൈറ്റ് ഞാൻ ചാർജ് ചെയ്തിടുമെന്ന് പറഞ്ഞില്ലേ, ഇടയ്ക്ക് വെച്ച് ചാർജ് കട്ടായി പോയിട്ടുണ്ടാവും. അപ്പൊ അത് അവർ കൊണ്ടുപോയി അവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ചെയ്തു തരേണ്ടി വരും അവിടെ. അപ്പൊ നമുക്ക് ഈ ഇവിക്ക് മാത്രമായിട്ട് സർവീസ് സെന്റർ ഉണ്ട് നെട്ടൂര്, അവിടെ കൊടുത്തത്. ആദ്യം നമുക്ക് ഇവിടെ നെടുമ്പാശ്ശേരിയിൽ കൊടുത്തിട്ട് അവരും ഡൗട്ട്സ് ഇവിടെ വിളിച്ചു വെക്കണം. അപ്പൊ അവിടുത്തെ തന്നെ ഒരു സർവീസ് അഡ്വൈസറിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൊടുത്ത് കിട്ടി. അപ്പൊ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം പിടിക്കും. പിടിക്കും. അപ്പൊ ഒരാഴ്ച കിടന്നു ഇവിടെ വണ്ടി. അവരുടെ സെർവർ ഡൗൺ ആയിരുന്നു. അപ്പൊ ഒരു 5-8 ദിവസം അവിടെ കിടന്നു. അപ്പൊ പോയി വന്നത് ഇഷ്യൂ ആണ്. അപ്പൊ നമ്മൾ ഒരു വണ്ടിയായിട്ട് വേറെ പോകണം, ഈ വണ്ടി അവിടെ ഇട്ടിട്ട് വേറെ വണ്ടിയായിട്ട് വരണം. അങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അല്ലാതെ മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞ റേഞ്ച് കാണിക്കില്ലായിരുന്നു. പക്ഷെ വണ്ടി ഓടിക്കുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. പക്കയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വണ്ടി കമ്പനി പറയണത് അറൌണ്ട് 450 ഒക്കെ ആണെങ്കിലും 380 കിട്ടുന്നുണ്ട്. 360 ഒക്കെ എന്തായാലും കിട്ടും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സൂക്ഷിച്ച് ഓടിക്കുകയാണെങ്കിൽ 400 എബോവ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ടൗണിലാണ് കൂടുതൽ മൈലേജ്. ഇനി ഓടിക്കുന്നതിന് ടൗണിലാണ് എപ്പോഴും കൂടുതൽ കിട്ടുക. ഇവികളെ സംബന്ധിച്ച് അതാണ്. ഇവികൾ എപ്പോഴും നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂടുതൽ വരുന്നത് ടൗൺ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടുന്നത് ടൗണിലാണ്. അത് പെട്രോളിൽ നിന്ന് നേരെ തിരിച്ചാണ് ഇതിന്റെ കാര്യം. ഇത് ഹൈവേയിൽ ഇതിന്റെ റേഞ്ച് കുറവായിരിക്കും. അതെ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ടൗൺ വരെ ഏകദേശം 1 സൈഡ് 9 കിലോമീറ്റർ ഉണ്ട് ഏകദേശം. അപ്പോൾ നമ്മളതിന്റെ കാര്യത്തിന് പോകായിരിക്കും. അപ്പോൾ പോയിരുമ്പോഴേക്ക് 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ റേഞ്ച് ശരിക്കും ഒരു 10 കിലോമീറ്റർ കുറഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ബ്രേക്കിംഗ് ഹൈവേയിൽ നേരെ തിരിച്ചാ. അതന്നെ സെയിമാണ്. അപ്പം ഇതുവരെ ഏതൊക്കെ വണ്ടികളാണ് ഉപയോഗിച്ചത് ഇവിയിലേക്ക് എത്തുന്നതിന് മുമ്പ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് എനിക്ക് ടിഗ്വാൻ ഡീസൽ ഓൾ വീൽ ഡ്രൈവ് ആയിരുന്നു. അപ്പൊ ആ വണ്ടി ഉള്ളപ്പോ തന്നെ എനിക്ക് മറ്റേ കിയ ഉണ്ടായിരുന്നു, സെൽറ്റോസ് ഉണ്ടായിരുന്നു, ക്രേറ്റ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് വേറൊരു ട്രാക്ക്. അതിന് മുമ്പ് ഞാൻ മൊത്തം സെഡാന യൂസ് ചെയ്തു. ഞാൻ സെഡാൻ ലവറാ ശരിക്കും. അപ്പൊ എനിക്ക് ചെറിയൊരു വീഴ്ച പറ്റിയിട്ട് എനിക്ക് സെഡാൻ യൂസ് ചെയ്യാൻ പറ്റാതെ, നമ്മുടെ ഇരുത്തം ശരിയാവാതെ നെക്കിനൊരു പ്രശ്നം പറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റാതെ. അതിന് മുമ്പ് വരെ ഒക്ടാവിയ VRS 245, VRS 230 2 വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഓഡിയോ A6 ഉണ്ടായിരുന്നു. എല്ലാം സെഡാന യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് സെഡാൻ യൂസ് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും വിഷമം അത് പറയുമ്പോൾ. അപ്പൊ ഇതിൽ അതുകൊണ്ട് ഇതുവരെ നോക്കുമ്പോൾ ഏതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ കടന്നു പോയതിൽ? ആദ്യം ഫാദർ വാങ്ങിച്ചു തന്നെ എനിക്കൊരു സ്വിഫ്റ്റ് കാറാ ഡീസൽ. എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചു തന്നു. അതും പിന്നെ എനിക്ക് തോന്നുന്നു ഒക്ടാവിയ VRS രണ്ട് വണ്ടി നല്ലതായിരുന്നു. ഒരു വണ്ടി എനിക്ക് തോന്നുന്നു 2000 കിലോമീറ്റർ ഇപ്പൊ കൊടുക്കേണ്ടി വന്നു VRS. അതിനുശേഷം ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശരിയായി എഴുതിയിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത 245 എടുത്ത്. അതും പക്ഷെ നടന്നില്ല. അപ്പൊ അതിന്റെ ഇൻസ്റ്റന്റ് ഒരു പിക്കപ്പ് ആണല്ലോ അതിനെ നമ്മൾ ആകർഷിക്കുന്ന ഒരു പ്രധാന കാര്യം. ഇതിന്റെ ഒരു ഇൻസ്റ്റന്റ് ടോർക്കും ഇത് തമ്മിൽ എങ്ങനെയാണ്? ഇതിന് എന്താണ് ഒരു EVയും അതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കാര്യം പെർഫോമൻസിൽ മോശമല്ലെങ്കിൽ പോലും എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്? ഇതിന് സൗണ്ട് ഒന്നും ഇല്ലല്ലോ, സൗണ്ട് വൈബ്രേഷൻ ഒന്നും ഇല്ല. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് മൈനസ് പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ നേരത്തെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ, അവർക്കൊക്കെ സൗണ്ട് വേണം. എക്സോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ട് വീല് പോലും ഇടാത്ത റൂളുള്ളതാണ്. ഞാൻ വണ്ടി എടുത്ത് അപ്പൊ തന്നെ വീല് മാറും. ഞാൻ പക്ഷേ വീല് പോലും മാറിയിട്ടില്ല. ഒന്നാമത് ലൈറ്റ് വെയിറ്റ് വീല് കിട്ടാനില്ല. ഇപ്പൊ ISIയുടെ ഒരു നിയമം വന്നാൽ വീല് കിട്ടാനില്ല. പിന്നെ VRS ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ വണ്ടിയൊന്നുമില്ല. ബിലോ ഒരു 50 ലാഖിന് നമ്മൾ നോക്കുമ്പോ നല്ല പവർഫുൾ ഒരു വണ്ടി വേണമെങ്കിൽ EV അല്ലാതെ വേറെ ചോയ്സ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ 45 പാക്കാ. 0 to 100 8.6 സെക്കൻഡ് കണ്ടുള്ളൂ. അവിടെ കയറിപ്പോ ഹൈവേയിൽ വെച്ച് വിരുദ്ധപ്പെട്ടവരൊക്കെ ആയിട്ട് പിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാലം EV ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോൾ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള EVയിലേക്ക് പോകുമോ അതോ ഇനി വീണ്ടും പെട്രോളിലേക്ക് പോകുമോ? എനിക്ക് വോൾവോ C40 എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ BYDയുടെ പുതിയ സിലിയോൺ ഇഷ്ടപ്പെട്ടിരുന്നു. അതിപ്പോ ഈ പറഞ്ഞ പോലെ വണ്ടിയുടെ യൂസ് കാർ മാർക്കറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ. വണ്ടി കൊടുക്കുമ്പോ ഞാനിപ്പോ തിരക്കി ഒന്ന് പഠിച്ചു വരുമ്പോ എനിക്ക് മനസ്സിലാവണത് ഒരു 40% ഒക്കെ ഡിപ്രീസിയേഷൻ വേണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം 2 വർഷം. ശരിയാണ്. തീർച്ചയായിട്ടും. പക്ഷെ അത് നമുക്ക് വിഷമം തോന്നാത്ത കാര്യം അത്രയും കാലം നമ്മൾ വളരെ എക്കണോമിക്കലായിട്ട് ഓടിച്ചു എന്നുള്ളത് കൊണ്ട് സാമ്പത്തികം എങ്ങനെ വലിയ ലാഭമാണ്. നമ്മൾ വീട്ടിലും കൂടി ചാർജ്, വീട്ടിൽ സോളാറാണ്. അതുകൊണ്ട് എന്തായാലും ചാർജ് അങ്ങനെ മറ്റേ ഇലക്ട്രിസിറ്റി ബില്ല് തന്നെ ഒരുപാട് കൂടി എനിക്ക് വന്നിട്ടില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 500 രൂപയൊക്കെ കൂടുതൽ വരുമായിരിക്കും. അതിൽ കൂടുതൽ എനിക്ക് വന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എത്ര kVയുടെ സോളാറാണ്? 8.
ഞാൻ എൻ്റെ വീട്ടിൽ 10 kV ആണ്, എനിക്കൊക്കെ ഇപ്പോഴും 300 രൂപ വരുന്നുള്ളൂ. EV ഉണ്ടായിട്ടും എനിക്ക് 300 രൂപയ്ക്ക് വരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഫുൾ ടൈം പുറത്ത് ചാർജ് ചെയ്യണവർക്കൊക്കെയാണ് ഒരു ഇഷ്യൂ വരുന്നത്. പിന്നെ ഇതിപ്പോ 2-3 പ്രാവശ്യം ഫേസ് ലിഫ്റ്റും പാക്കൊക്കെ മാറിയല്ലോ. ആദ്യം ഉണ്ടായ കംപ്ലൈന്റ് ഒന്നും ഇപ്പൊ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഞാൻ എവിടെയും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വന്ന് ചോദിക്കും കംപ്ലൈന്റ് എന്താ ഉള്ളതെന്ന് ചോദിക്കും. ഞങ്ങളിപ്പോ ഇന്നലെ ടാറ്റ ടിയാഗോ EVയുടെ പുതിയ മോഡൽ വന്നല്ലോ, അതിന്റെ ഡ്രൈവായിരുന്നു ബാംഗ്ലൂർ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായ രീതിയിൽ ഗംഭീരമായി വണ്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറിയ വണ്ടിയെ ഓടിക്കുന്നത് പോലും തോന്നാത്ത രീതിയിലും കിഡിലനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഇവോൾവിംഗ് ടെക്നോളജി ആയതുകൊണ്ട് എപ്പോഴും റേഞ്ച് ആങ്സൈറ്റിയും ഒരുപാട് ചെറിയ ഗ്ലിച്ച് വരുമ്പോൾ ടെൻഷൻ അടിക്കൊണ്ട് എടുക്കേണ്ടത് എനിക്ക്. ഇത് രണ്ടും എനിക്കങ്ങനെ വലിയൊരു ഇഷ്യൂ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് പെട്രോൾ വണ്ടി എന്നൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇത് പെട്രോൾ റേഞ്ച് തീരുവോ, അത്യാവശ്യം ഓട്ടം വേണം എനിക്ക് തോന്നുന്നു. ഒരു വർഷത്തിലൊരു 35,000 കിലോമീറ്റർ ഒക്കെ ഓടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു. അതെ അതെ. അപ്പൊ ഇപ്പൊ ഏതൊക്കെ വണ്ടി ക്വയിലുണ്ട് ഇതല്ലാതെ? ഇത് എനിക്ക് ഓഫീസ് യൂസിന് എത്തിയോസ് ലീവ ക്രോസ് ഒക്കെ ഉണ്ട്, പിന്നെ ഫോർച്യൂണറുണ്ട്. ഇതിപ്പോ എത്രയായിരുന്നു ഓൺ റോഡ്? ഇതൊരു പ്രൈസ് അണ്ടർ റേറ്റഡ് മോഡലാ. ഇത് നമ്മൾ ഷോറൂമിൽ ചെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തരില്ല. 45 പാക്കിന്റെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ മോഡൽ ഓൺ റോഡ് 15 എനിക്ക് ആയുള്ളൂ. ഇങ്ങനെ മോഡൽ തന്നെ പലർക്കും അറിയില്ല. വേരിയന്റ് നമ്മൾ ഷോറൂമിൽ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് 18-20 പറയും. ഇത് ഓൺ റോഡ് 15 ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജാനുവരിക്ക് ശേഷം വില കൂടിയെന്ന് തോന്നുന്നു. ഇപ്പൊ 15-16 കണ്ടായിരുന്നു. ഞാൻ 5 ആദ്യം ബുക്ക് ചെയ്തത്. പക്ഷെ ഞാൻ 5ന്റെ ആ ഒരു പവർ ഞാൻ വിചാരിച്ചൊരു പവർ ഇപ്പോഴല്ലേ 40 പാക്ക് ഇറങ്ങി. ഞാൻ എടുക്കുമ്പോൾ 40 പാക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ടാറ്റയുടെ ഷോറൂമിൽ പോണത് പുതിയ ഹാരിയർ ഇറങ്ങിയപ്പോ നോക്കാനാ. അപ്പൊ അതിന്റെ റിവ്യൂ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനല്ലാതെ ഞാൻ അത്യാവശ്യം വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരെ നേരിട്ട് റിവ്യൂ ചോദിക്കാറുണ്ട്. ഇപ്പൊ പരിചയം ഇല്ലെങ്കിൽ പോലും ഇൻസ്റ്റയിൽ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിക്കാൻ, എനിക്ക് എന്റെ മടിയുള്ള ആളല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നെക്സോണിന്റെ പുതിയ മോഡലാണ് എനിക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത റിവ്യൂ കിട്ടിയത്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ വിൻസറിന്റെ പ്രോ ഇറങ്ങിയില്ലേ, മറ്റേ റേഞ്ച് കൂടി വണ്ടി. അത് രണ്ടും ഞാൻ നോക്കി. പിന്നെ ആറ്റോയും നോക്കി, ബിയുടെ ആറ്റോ. അപ്പൊ ആറ്റോ ഭയങ്കര ചൂടാ അതിന്റെ അകത്ത്, AC-ക്ക് കൂളിംഗ് കുറവ്. അപ്പൊ ഞാൻ 2-3 പേരെ വിളിച്ചു വെച്ചപ്പോ എല്ലാരും പറഞ്ഞു AC-ക്ക് കൂളിംഗ് കുറവാന്ന് പറഞ്ഞു. പിന്നെ വിൻസർ മോശം വണ്ടിയൊന്നുമല്ല, നല്ല വണ്ടിയാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇതാണ്. പിന്നെ പ്രൈസും ലൈഫ് ടൈം വാറണ്ടിയാണ്, അൺലിമിറ്റഡ് കിലോമീറ്റർ. ഞാൻ ഇറങ്ങുമ്പോൾ ഇത് ഈ മോഡൽ ഇറങ്ങിയിട്ടുള്ളൂ. 15 ലക്ഷം രൂപ ഓണോന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അടിച്ചു, ഒന്നും നോക്കിയില്ല. എത്ര ഓടിച്ച് മുതലായി കഴിഞ്ഞാൽ വില കുറച്ച് വിൽക്കേണ്ടി വന്നാലും ഒരു സങ്കടവും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ നെക്സോൺ ഇപ്പൊ യൂസ് കാർ മാർക്കറ്റിൽ ഒരു ഇതായെന്ന് എനിക്ക് തോന്നുന്നു വരുന്നുണ്ടല്ലോ. ആദ്യകാലത്തെ പ്രശ്നങ്ങളായിരുന്നു ജനങ്ങൾക്ക് ഒരു മടി. അതെ, പിന്നെ ചെറിയ ഗ്ലിച്ചസ് ഒക്കെ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും വണ്ടികൾ VRS വരെ ഓടിച്ച് വന്ന ഒരാൾ EV-യിലേക്ക് വന്നിട്ട് മോശമൊന്നും അങ്ങനെ പറയുന്നില്ല EV-യെ പറ്റി. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവർക്കും സംശയം, EV എടുക്കാൻ സമയമായോ. തീർച്ചയായിട്ടും ഇത്രയധികം വാഹനങ്ങൾ ഉപയോഗിച്ച ആൾക്ക് പോലും മോശം തോന്നുന്നില്ലെങ്കിൽ EV എടുക്കാൻ സമയമായി വരുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുക. ഞാനും ഒക്കെ EV-യുടെ ആളായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. എന്തായാലും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും നമ്മുടെ കുടുംബത്തിന് ഭാവിയിൽ നല്ല രീതിയിൽ ജീവിക്കാനും നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ളതാണ്. അത് ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനുള്ളതല്ല. എന്തെങ്കിലും രോഗം വന്നാൽ നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുക്കുകയും വേണം. ഇത് രണ്ടും സാധിക്കണമെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായേ പറ്റൂ. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫെയറോട് കാണാൻ. ബൈ.